ഹായ്, ദിസ് ഇസ് ഡോക്ടർ റിയാസ് നസർ. കുട്ടികൾക്ക് പൊതുവെ പനി വരുമ്പോൾ, രാത്രി പനി അധികമായിട്ട് കൂടുമ്പോൾ നമ്മൾ പാരസിറ്റമോൾ സിറപ്പ് കൊടുക്കാറുണ്ട്. അപ്പം ആ കൂടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ വിളിച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പാരസിറ്റമോൾ ഡ്രോപ്സ് അല്ലെങ്കിൽ സിറപ്പ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇത് എത്ര വെച്ച് കൊടുക്കണം, എത്ര ml കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഡ്രോപ്സ് കൊടുക്കണം എന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഡോസ് കുറഞ്ഞു പോയാൽ അത് എഫക്റ്റ് ആവത്തില്ല, പനി അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പാരസിറ്റമോൾ കൊടുത്തിട്ടും കുറഞ്ഞില്ല എന്ന് പറയും. അത് കൂടിപ്പോയാലോ അത് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ട്. അപ്പോൾ കറക്റ്റ് ബോഡി വെയിറ്റിനനുസരിച്ച് എത്ര അളവ് നമുക്ക് കുട്ടികൾക്ക് പാരസെറ്റമോൾ കൊടുക്കാന്നുള്ളതിന്റെ ഒരു ടേബിൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പാരസെറ്റമോൾ മെയിൻ ആയിട്ട് വരുന്നത് 100 mg ഡ്രോപ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് 120 mg സിറപ്പാണ്, പിന്നെ 250 mg 100 mg ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കുട്ടിയുടെ ബോഡി വെയിറ്റ് ഒരു 3 to 3.9 kg ആണെന്ന് വെച്ചോ, നമുക്കൊരു 0.4 ml ഡ്രോപ്സ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 4 to 4.9 ആണ് ബോഡി വെയിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 0.6 ml കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 9 to 10 kg ആണെന്നുണ്ടെങ്കിൽ 1.3 ml ആയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നതാണ് 120 mg പാരസെറ്റമോൾ. 10 to 10.9 ആണെങ്കിൽ നമുക്കൊരു 6 ml കൊടുക്കാം. പിന്നീട് 11 to 11.9 ആണെങ്കിൽ നമുക്കൊരു 6.5 ml കൊടുക്കാം. പിന്നെ 16 to 16.9 ആണെങ്കിൽ നമുക്കൊരു 10.5 ml കൊടുക്കാം. പിന്നീട് 250 mg വരുന്നുണ്ട്. അത് 10 to 11.9 ആണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ml കൊടുക്കാം. പിന്നെ 12 to 13.9 ആണെന്ന് ഒരു 3.5 ml നമുക്ക് കൊടുക്കാം. പിന്നെ 25 ആ ഒരു റേഞ്ച് ആണെങ്കിൽ നമുക്കൊരു 8 ml അങ്ങനെ കൊടുക്കാം. സോ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് രാത്രി പനി കൂടുമ്പോൾ നിങ്ങൾക്ക് എത്ര ml കൊടുക്കണമെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ഡോക്ടറെ വിളിക്കാൻ ഒരു സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. പനി വരുമ്പോൾ കറക്റ്റ് ഡോസിനുള്ള മരുന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക.